നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം ഷീലാമ്മയുമായിട്ട് ഇന്നലെ ആരംഭിച്ച സംഭാഷണം ഈ എപ്പിസോഡിലും തുടരാം. JB ജംഗ്ഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നസീർ സാറും ഷീലാമ്മയും വലിയൊരു ജോഡിയാണ്. അതെ, അതൊരു സംശയമില്ല. ആ ജോഡി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴും നസീർ സാറിനെ കുറിച്ച് ഞാൻ ഓർക്കും പെട്ടെന്ന് തൊട്ടടുത്ത് ഷീലാമ്മേനെ അറിയും. ഷീലാമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നസീർ സാർ അറിയും. ആ സിനിമകളൊക്കെ കാണുമ്പോൾ ഷീലാമ്മയ്ക്ക് എന്താ തോന്നുന്നത്? ഞാൻ നോക്കുന്നത് എന്താണെന്നറിയോ, ഞാൻ സത്യം പറയട്ടെ, നിങ്ങളെ ഞാൻ ചുമ്മാ പറയാണെന്നൊന്നും വിചാരിച്ചു. സത്യമേ പറയാവുള്ളൂ. അതെ, ഈ കമ്മല്, ഈ ചെയിന്, ഈ സാരി, പിന്നെ ഈ മുടിക്കെട്ട് എന്താ ഇങ്ങനെ, അത് ഞാൻ വേറെ ഒരു പടത്തിൽ ഇട്ടിട്ടുണ്ടോ? ഇതാണ് ഞാൻ നോക്കുന്നത്. ഇതാണ് സത്യം, ഇതാണ് സത്യം. ഇനി നിങ്ങൾ മറിച്ച് ചിന്തിച്ചാൽ ഞാനിപ്പോൾ ആ പടം കാണുമ്പോൾ, ഇപ്പോഴും ഞാൻ ആ പടം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, അയ്യോ ഇതിങ്ങനെ കുറച്ച് ഓവറായിട്ട് അഭിനയിച്ചോ, ഈ ഡയറക്ടർ ഇതാണെന്ന് പറഞ്ഞില്ലല്ലോ. ഈ കൃഷ്ണൻ നായർ സാറ് ഒരു പടം എടുക്കുന്നു, അതായത് വേറെ ഷൂട്ടിംഗ് നടക്കുന്നു, അങ്ങേരെ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നു. ഇനിയൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് അടുത്ത AVM-ൽ നടക്കുന്നു. അപ്പോൾ വലിയ സെറ്റ്, ആ സെറ്റ് അവർ ഡിമോളിഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഒരു ഷോട്ടുണ്ട്, ഞാൻ ഓടിപ്പോകുന്നതായിട്ട്. കാരണം അസിസ്റ്റൻറ്റ് ഡയറക്ടറിങ് കൊണ്ട് എന്നോട് പറഞ്ഞു, ആ ഷോട്ട് അവർ വേറെ ഒരു പടത്തുകാർ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോയി ആ ഒരു ഷോട്ട് മാത്രം എടുത്തിട്ട് വന്നേക്കുന്നത്. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഓടി അങ്ങോട്ട് അച്ഛാ 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 അച്ഛാന്ന് വിളിച്ചിട്ട് പോകണം, അച്ഛാ അച്ഛാ അച്ഛൻ എവിടെയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി. എന്നിട്ട് ഞാൻ വന്നു. വന്നപ്പോൾ സത്യം ചോദിച്ചു എന്നോട്, കൃഷ്ണൻ എടുത്തോ. ഞാൻ പറഞ്ഞു അതെ. ഞാൻ പറഞ്ഞു അച്ഛാ എന്ന് ഓടിയല്ലോ എന്ന് പറഞ്ഞു. അയ്യോ അച്ഛൻ മരിച്ചു കിടക്കാണ്. അപ്പോൾ ഓടേണ്ട അച്ഛാ എന്ന് പറഞ്ഞിട്ടല്ലേ ഓടേണ്ടത്. ഞാൻ അച്ഛാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും അവർ പിന്നെ ഓടി, ഞങ്ങൾ തിരിച്ച് അടുത്ത സെറ്റല്ലേ, പിന്നെ ഓടിപ്പോയി, പിന്നെ അച്ഛാന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി. പല പല അനുഭവങ്ങൾ. പക്ഷേ ഞാൻ വേറെ കാര്യം, ശരി, ഞാൻ ഇവിടെ ഇതൊക്കെ നിർത്തിയിട്ട് ഒരാളിലേക്ക് പോകും, നോക്കിയോളൂ. ഞാൻ കുറേ കാലമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചൊരു കാര്യം ചോദിക്കാം. അത് സത്യമാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സിനക്കരെ ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മൾ മൂന്നാർ ആ പാട്ടെടുത്തപ്പോൾ ആദ്യം ചേച്ചി സൈക്കിളിൻ്റെ ഫ്രണ്ടിലിരുത്തിയിട്ട് ഞാൻ ചേച്ചിയെ വെച്ചൊരു ഷോട്ട് എടുത്തു, അങ്ങനെ പോയി. അതിനുശേഷം ചേച്ചി ഇരുന്നാൽ ഞാൻ കവറാവുന്നു എന്ന് പറഞ്ഞിട്ട് സത്യമായിട്ടും പറഞ്ഞിട്ട് ചേച്ചി സൈക്കിളിൻ്റെ ബാക്കിലിരുത്തിയിട്ട് ഞാൻ ഓടിച്ചത് ചേച്ചിക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മനസ്സിനക്കരയിൽ. അപ്പോൾ ചേച്ചി എൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ കൈ വെച്ചിരുന്നു. ആ ഷോട്ട് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഇറങ്ങിയപ്പോൾ ചേച്ചിയും സത്യേട്ടനുമായിട്ട് ദൂരെ എന്തോ സംസാരിച്ച് ചിരിക്കുന്നു. സത്യേട്ടൻ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. ഞാൻ ചോദിച്ചു, ദൈവമേ ഇനി എന്തെങ്കിലും ഞാൻ വല്ല തെറ്റ് ചെയ്തിട്ടാണോ എന്താണോ എന്ന് ഞാൻ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. അതിനുശേഷം ഞാൻ സത്യേട്ടനത്തിൽ നിന്ന് ചോദിച്ചു, ചേച്ചി എന്താ പറഞ്ഞു ചോദിച്ചു. ഭയങ്കര കോംപ്ലിമെൻ്റ് ആണല്ലോ, ഒരു കൈ തന്നേ എന്നോട് പറഞ്ഞു സത്യേട്ടൻ. ചേച്ചി എന്താ? പെട്ടെന്ന് ഞാൻ അയാളുടെ ഷോൾഡറിൽ കൈവച്ചപ്പോൾ 100 സിനിമയിൽ എന്നോടൊപ്പം അഭിനയിച്ച നായകൻ്റെ ഷോൾഡറിൽ കൈവയ്ക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്ന് അവർ പറഞ്ഞു. സത്യമാണോ ചേച്ചി ഇത് പറഞ്ഞത്? സത്യമാണ്, പറഞ്ഞത് സത്യമാണ്. കാരണം ആ പടം മുഴുവനും അങ്ങേര് നസീറിനെ പോലെ അഭിനയിക്കുക, നസീറിൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുക, പിന്നെ ഷോട്ടില്ലാത്ത സമയത്തും സെറ്റിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും എന്താ എന്നൊക്കെ പറഞ്ഞ് നസീർ സംസാരിക്കുന്ന പോലെ എങ്ങനെ സംസാരിക്കുക. ഇതല്ലേ സിനിമ രംഗം, ഇതല്ലേ രംഗം. എത്രയോ കാലത്തിന് ശേഷവും നസീറിനെ ഇമിറ്റേറ്റ് ചെയ്തൊരു നടൻ അഭിനയിച്ചപ്പോൾ അതെ, അതുപോലെ അത് നടക്കുന്നതും അങ്ങേർക്ക് തന്നെ അതുപോലെ ആയി. ഇപ്പോൾ പകുതി നസീറായി ചേരാം. ഇങ്ങനെ അഭിനയിച്ച് നസീറെ പോലെ. ഇപ്പോൾ എന്തോ നായികീന്ന് ഒരു പടത്തിലൊക്കെ അഭിനയിച്ചിട്ട് അതും അതുപോലെയായിരുന്നു, ആ ക്യാരക്ടർ പോലെയൊക്കെ ആയിരുന്നല്ലോ. ഷീലാമ്മയുടെ മനസ്സിൽ ഒരുപക്ഷെ നസീർ എന്നുള്ള കഥാപാത്രം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടായിരിക്കും അത് പെട്ടെന്ന് ഫീൽ ചെയ്ത്. ആയിരിക്കാം ആണെങ്കിലാണ് എന്നുവെച്ചാൽ ഞാൻ ആ ഒരു പടം അഭിനയിക്കുമ്പോൾ തന്നെ ആദ്യം മുതലേ അവർ പറയാണ്, ഇങ്ങനെ ഇതാണ് ഈ ക്യാരക്ടർ ഇതാണ്. നസീർ സാറുമായിട്ട് നന്നായി പിണങ്ങി കലഹിച്ചു, കെറുവിച്ചു, മോഹം വീർപ്പിച്ചു. 3 വർഷക്കാലം ഇങ്ങനെ ഇരുന്നു. നോ കമൻസ്. അടുത്ത ചോദ്യം. പിന്നെ
എന്നെ അങ്ങ് നിരാശപ്പെടുത്തുകയാണല്ലോ ശീലാമ്മ ഇങ്ങനെ. നോ കമൻസ്. ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു 1.5 ക്വസ്റ്റ്യനാണ്. ബ്രൂട്ടോസ് എത്ര പേര് പ്രേമിച്ചിട്ടുണ്ട്? ഒരുപാട് പ്രേമിയെ വന്നിട്ടില്ലേ? ഒരുപാട് പേര്. ചതിച്ചിട്ടുണ്ടോ? ഇല്ല. കല്യാണം കഴിച്ച പെണ്ണ് ഇപ്പോൾ ഭാര്യ പ്രേമിച്ച പെണ്ണ് തന്നെയാണോ? എൻ്റെ ശീലാമ്മ ഉള്ള കാര്യം ഞാൻ പറയട്ടെ, ഇത് വിശ്വസിക്കണേ. ആ, സത്യമേ പറയാവോ? സത്യമേ ആ പെണ്ണ് തന്നാൽ ഞാനിങ്ങനെ ആക്കാം. ആ, ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ. സത്യമേ പറയാവോ? ഒരു ചോദ്യം ചോദിക്കാവുള്ളൂ. ആ, ഒരു ചോദ്യം പറ. അതായത് പ്രണയിച്ച പെൺകുട്ടിയെ സ്നേഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിച്ചോ അതെയോ പ്രണയിച്ച പെൺകുട്ടിയെ ചതിച്ചോ? അതല്ല ചോദ്യം. ഒറ്റ ചോദ്യമല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി പറയാൻ എന്തായാലും ഇല്ലല്ല, അത് സത്യം വരണല്ലോ. ആകെ അങ്ങനെ മനസ്സിൽ നിന്ന് ഇങ്ങനെ എടുക്കാനുള്ള ഒരു സാധനം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരി. ഇത് കഴിഞ്ഞ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ ബാധ്യസ്ഥയാണ്. അല്ല, എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാനൊക്കെ. ഇപ്പോൾ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യം ബെഡ്റൂമിൽ, മറ്റേ ഹാളിൽ നടക്കേണ്ട കാര്യം ഹാളിൽ, കിച്ചണിൽ നടക്കേണ്ട കാര്യം കിച്ചണിൽ നടക്കണം. അതാണ് മനുഷ്യധർമ്മം. ഓക്കെ, പറയൂ നിങ്ങളുടെ കൊച്ചു. ഞാൻ ചോദിച്ച കൊച്ചിന് പറഞ്ഞു. എൻ്റെ വിവാഹം, എൻ്റെ ഭാര്യ എന്തായാലും ഉണ്ടല്ലോ, പരിപൂർണമായ അറേഞ്ച്ഡ് മാരേജാണ്. എൻ്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞു, ഇവൻ ഇത്ര മൊരടനായി പോയല്ലോ, ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് കഴിച്ചുകൂടായിരുന്നോ എന്ന് എത്ര പേരോട് ചോദിച്ചു. അതിനു മുമ്പ് പ്രേമിച്ച പെണ്ണുകളുടെ കഥയൊക്കെ തിരിച്ചു വരാം. പറയൂ, ഇത് മാത്രം പറയൂ. ഒരു ചോദ്യം ഇല്ല, ഞാൻ അങ്ങനെ ശീലാമ്മ ഞാൻ ഒരു കാര്യം പറയാം. ശീലാമ്മ ഞാനിത് പറയട്ടെ. ശീലാമ്മ എനിക്ക് ആ ശീലാമ്മയുടെ തന്ത്രം എനിക്ക് വ്യക്തമായി. വളരെ നല്ല ഇത്രത്തോളം നല്ല തന്ത്രശാലിയായിട്ടൊരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇരുന്നത്. പക്ഷെ എൻ്റെ ചോദ്യത്തോട് മറുപടി പറയാതെ പോയി കഴിഞ്ഞാൽ പൊറുക്കില്ല ദൈവം. എന്താ കാരണം? ഇന്നിവിടെ കയറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ശീലാമ്മ ആണ്ടുകുമ്പസാരാണത്. കുമ്പസരിക്കാൻ ഞാൻ എന്തിനാ ഇവിടെ അല്ലേ? ചേർച്ചിലേക്ക് പോവാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ ഫാദറൊന്നും അല്ലല്ലോ. അയ്യോ, ഞാൻ അതുപോലൊരു പരിശോധനായ ഒരു മനുഷ്യനല്ലേ. അല്ലല്ല, അങ്ങനെ ഒന്ന് ചേർച്ചിലേക്ക് പോയി കുമ്പസരിക്കാൻ പറ്റില്ല. എന്തിനാ ഞാൻ ജോൺ വരേണ്ട ആവശ്യം എന്താ? ശരി, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. ശീലാമ്മയ്ക്ക് അത് മറുപടി പറഞ്ഞ് പോയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ ശേഷം, ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം എന്നെ വിളിച്ച് പറയും, ബ്രിട്ടോസേ എനിക്കത് മറുപടി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് എനിക്ക് ആ മറുപടി പറയാൻ പറ്റാതെ പോയി. ഇനി എനിക്കത് മറുപടി പറയാനുള്ള സമയം കിട്ടും. ഞാൻ പറയും, ചേച്ചി അത് എടുത്തു പോയില്ല ചേച്ചി, അതിനി നമുക്കിനി എങ്ങനെയാണ് എടുക്കുക? ഇനി എനിക്കത് പറഞ്ഞില്ലെങ്കിൽ ഇനി എനിക്കിനി സ്വസ്ഥത ഉണ്ടാവില്ല. എന്താ ചോദിക്കൂ? പറയാനൊക്കുന്ന കാര്യമാണെങ്കിൽ പറയും, പറയാനൊക്കെ നോ കമൻസ്, അത്രേ ഉള്ളൂ. അതാദ്യം പറഞ്ഞു കഴിഞ്ഞ് നോ കമൻസ്. ഓക്കെ, ദെയർ ഈസ് നോ കമൻസ്. ഇത് ഭയങ്കര ഇരുമ്പ് ചട്ടയിട്ടിട്ടുള്ള പറയും. മലയാള സിനിമയിൽ എക്കാലത്തും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരുപക്ഷെ ഇതുപോലുള്ളൊരു സുവർണ ജോഡി ആർക്കും കിട്ടില്ല. മറ്റൊരു ഭാഷയ്ക്കും കിട്ടിയിട്ടുണ്ടാവില്ല, വളരെ അപൂർവമാണ്. നസീർ സാറും ഷീലാമ്മയും ഈ രണ്ടുപേരും ഞങ്ങളുടെ ഹൃദയത്തിലാണ്. നിങ്ങളുടെ ആ അഭിനയ ജീവിതം, നിങ്ങൾ സൃഷ്ടിച്ച മുഹൂർത്തങ്ങൾ, ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് പ്രസരിപ്പിച്ചൊരു പ്രത്യേകത. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ കലഹം, നിങ്ങളുടെ കെറിവ്, ഇതൊക്കെ അന്ന് സിനിമാ ലോകത്ത് ചർച്ചയായിരുന്നു. ഇന്നും ഒരുപക്ഷെ മലയാള സിനിമാ ചരിത്രം ആരെങ്കിലും എഴുതുമ്പോൾ തീർച്ചയായിട്ടും അടിവരയിട്ടെഴുതാൻ പോകുന്നൊരു സാധനം ഷീലാമ്മ നസീർ സാർ ജോഡി. എന്തിനേറെ എൻ്റെ ഷീലാമ്മയെ സ്വന്തം മകനായിട്ടുള്ള ഷാനവാസ് പോലും, എൻ്റെ ആൻറ്റി ആ കെമിസ്ട്രി. ജോൺ ബ്രിട്ടോസ് കരയരുത് കേട്ടോ, അങ്ങനെ ആവേശമായി കണ്ണൊക്കെ നിറഞ്ഞു വരുന്നു. ആവേശത്തിലെ എന്ത് ചോദിക്കണമെന്നറിയാതെ കണ്ണൊക്കെ നിറയുന്നു. പറയും ഏത് ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ മറുപടി പറയേണ്ടത്? എത്ര കാലം നിങ്ങൾ കെറിവിച്ചിരുന്നു? 3 വർഷക്കാലം നിങ്ങൾ നോക്ക്, എൻ്റെ അമ്മ മരിച്ചില്ലേ, ഞാനത് ഓർക്കാറില്ല. കാരണം ഓർത്ത് എനിക്ക് മനസ്സിന് ഭയങ്കര കഷ്ടങ്ങളാണ്. അത് കാരണം എനിക്കിതൊന്നും ഓർമ്മകളില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്.
അത് വിട്ടേക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയൂ. കുമ്പസരിക്കാം. ഈ ഒരു സിനിമയെ കാണിക്കാം. അയ്യോ എൻ്റെ ദൈവമേ, ഇവൻ മാള് മോശക്കാരനല്ല എന്നല്ലേ മനസ്സിൽ പറഞ്ഞു. കൊള്ളാം. ഈ സീൻസൊക്കെ എടുത്ത് ഞാൻ വിചാരിച്ചതായി ഈ സീനൊന്ന് കാണണമെന്ന്, ഇതിലുണ്ടാവണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. ഈ സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നായകനേക്കാൾ കൂടുതൽ പ്രതിഫലം നായിക വാങ്ങി. അതെ. ഏത് പടാ ഇത്? കുറേ ഉണ്ടല്ലോ ഇത്. ഏതേ പടാ ഇത്? കണ്ണപ്പനുണ്ണിയാണോ മാക്കമാണോ ഏത് പടാ ഇത്? തുമ്പോലാർച്ച. തുമ്പോലാർച്ച. ഓ, തുമ്പോലാർച്ചാണെങ്കിൽ ഇനിയും കൂടുതലാണ്. തുമ്പോലാർച്ച. നായകനേക്കാൾ കൂടുതൽ പ്രതിഫലം നായിക വാങ്ങിയതിനകത്ത് നായകനാരായിരുന്നു? ഷീല ചേച്ചി. നസീർ ആയിരുന്നില്ലേ? ആയിരുന്നല്ലോ. പിന്നെ അതിൽ സത്യനുണ്ടായിരുന്നോ? ജയനുണ്ടായിരുന്നു അല്ലേ? എല്ലാവരും ഉണ്ടായിരുന്നു. നായകൻ നസീർ. ഷീലാമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പറയുന്നില്ല. നോ കമൻസ്. ഒരുപാട് കാര്യങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്നു, മറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ സിനിമയിൽ നായകനേക്കാൾ കൂടുതൽ പ്രതിഫലം നായിക വാങ്ങിയെന്നുള്ള കാര്യം പെട്ടെന്ന് ഷീലാമ്മ ഓർക്കുന്നു. ഇനി ഞാൻ ഒരു കഥ പറഞ്ഞു തരട്ടെ. ഇത് തെറ്റാണെങ്കിൽ ഷീലാമ്മയോട് പൊറുക്കണം, തെറ്റാണെന്ന് പറയണം. ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞ കഥയ്ക്ക് അടിവരയിടാം, കൂട്ടിച്ചേർക്കാം, അതിനോട് യോജിക്കാം. നസീർ സാറുമായിട്ട് പിണങ്ങി 3 വർഷത്തോളം സിനിമയിൽ അഭിനയിച്ചില്ല. അത് കഴിഞ്ഞ് ഈ സിനിമയിൽ നായകൻ നസീർ സാറ്, നായിക ഷീലാമ്മ. ഷീലാമ്മ ഒരു കണ്ടീഷൻ വെച്ചു. എനിക്ക് നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നതിൽ വിഷമമൊന്നുമില്ല, പക്ഷേ പ്രതിഫലം എനിക്ക് നായകനേക്കാൾ കൂടുതലായിരിക്കണം, 5000 രൂപയെങ്കിലും കൂടുതലായിരിക്കണം. നിർമ്മാതാവ് സമ്മതിച്ചു. ഷീലാമ്മ വന്നു, അഭിനയിച്ചു. എല്ലാ വികാര തീഷ്ണതയോടെ ആ വളക്കിങ്ങനെ ചുഴച്ചു. ആലോചിക്കുകയാണ് എന്ത് പറയണമെന്നല്ലേ. അല്ല, ഇത് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് അറിയാം. ബുദ്ധി ഇത് അറിഞ്ഞിട്ട് നിങ്ങൾക്കോ? ഞാൻ മഹാനടിയെ ഇവിടെ ഞാൻ എന്താ പറയാ, മുഹൂർത്തങ്ങളെ ഞാനിങ്ങനെ അനാവരണം ചെയ്യുകയാണ്. ശരി, നമുക്ക് ഈ ചോദ്യം ചോദിക്കണ്ടേ? വിട്ടേക്കാം, വിട്ടു. ഓക്കെ, വെരി ഗുഡ്. നോ കമൻസ്. അടുത്തൊരു ബൈറ്റിലേക്ക് പോകും. നിങ്ങൾ മലയാള സിനിമയിൽ വന്നത് തന്നെ 50 കൊല്ലത്തിൽ കൂടുതലായി. ഞങ്ങളുടെ മലയാളം സ്റ്റുഡിയോയിൽ തന്നെ നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അച്ഛനുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം സുഖമില്ലാതിരിക്കുമ്പോൾ തന്നെ ലാസ്റ്റിൽ അദ്ദേഹത്തിനെ കാണാൻ വന്നിരുന്നു. വളരെ സങ്കടപ്പെട്ടിരുന്നു എല്ലാം. ഇപ്പോഴും നിങ്ങൾ ഈ പഴയ പ്രൊഡ്യൂസേഴ്സും അന്നുള്ള ഡയറക്ടേഴ്സും ഒക്കെ ഉള്ള കോണ്ടാക്ട്സ് ഉണ്ടോ? അതോ അവരുമായിട്ടുള്ള സ്നേഹബന്ധം ഇപ്പോഴും നിങ്ങൾ നിലനിർത്തുന്നുണ്ടോ? ഷീലാമ്മയ്ക്ക് അറിയോ ആളെ? സോ സ്വീറ്റ്. കാർത്തികനല്ലേ? കുമാർ അല്ലേ? അതെ. ഭയങ്കര വണ്ണമൊക്കെ ഉണ്ട ഒരാളായിരുന്നു. ഇപ്പം മെലിഞ്ഞു പോയി. അത്രയുള്ള ഞങ്ങൾ ഒരുപാട് അങ്ങപ്പറ്റ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഒരു മലയാളത്തിലൊരു ക്യാരക്ടർ കൊടുത്തു എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യം മുതലാളിയായിരുന്നു. മെരിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളി. അങ്ങേരെ എല്ലാവരും മുതലാളി നമ്മളെക്കാളൊക്കെ വളരെ പ്രായമുള്ള ഒരാൾ. അൽത്താര എന്നൊരു പടത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു നല്ല ക്യാരക്ടർ കൊടുക്കുന്നത് പഴയ മെറിലാൻഡ് സ്റ്റുഡിയോയാണ് കേട്ടോ. ഓ, ഇവിടെയൊക്കെ ഓർമ്മയുണ്ടോ ശിലാമ്മ? ഇവിടെയൊക്കെ എൻ്റെ തറവാട് കാണുന്നതിൻ്റെ സന്തോഷമുണ്ട് എനിക്ക്. കണ്ടോ, ഈ JB ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തറവാട് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതല്ല, ഇപ്പോഴും ഇത് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? സീരിയൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഷീലാമ്മയൊക്കെ ഓടിക്കളിച്ച സ്ഥലങ്ങളാണെന്നല്ലേ? എത്രയോ ദിവസങ്ങൾ എത്രയോ മാസങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. ഇതൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമില്ല ഇടയ്ക്കൊക്കെ? ഞാൻ ഒരിക്കൽ മനസ്സിനക്കരെ അഭിനയിക്കാൻ വന്നപ്പോൾ ഞാൻ നേരെ അഭിനയിക്കാൻ വന്ന് എറണാകുളത്ത് ഇറങ്ങി, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞാൻ പോയത് ഉദയ സ്റ്റുഡിയോയിലേക്കായിരുന്നു.
അവിടെ പോയിട്ട് ഒരു മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അവിടെ പോയിട്ട് ഞാൻ തൊഴുതിട്ടാണ് എൻ്റെ അവിടെയൊക്കെ കണ്ടപ്പോൾ ഞാൻ വാസ്തവത്തിൽ കരയില്ലേന്ന് ചോദിച്ചില്ലേ, അവിടെ ഞാൻ ഇരുന്ന് കരഞ്ഞു. കാരണം എന്ത് സുഭിക്ഷമായിട്ട് കഴിഞ്ഞൊരു സ്റ്റുഡിയോ ആയിരുന്നു എന്ന് പറയും. ആൾക്കാരും ബഹളവും നീറ്റും, ഒരു പുല്ല് പോലും ആ സ്ഥലത്തല്ലാതെ വേറെ സ്ഥലത്തും മുളയ്ക്കാനായിട്ട് സമ്മതിക്കില്ല അവിടുത്തെ അപ്പച്ചനും ചാക്കോച്ചൻ 2 പേരും. അവരാണ് ആദ്യമായിട്ട് തന്നെ ഷീല അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. എല്ലാവരും ഷീല ചേച്ചി, ഷീല എന്നൊക്കെ വിളിക്കുന്നവർ, അവരാണ് അമ്മ എന്നുള്ളവർ ചേർത്ത് ഷീലാമ്മ എന്ന് നമ്മുടെ ചാക്കോച്ചനാണ് ആദ്യമായിട്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഷീലാമ്മ എന്ന് വിളിക്കാൻ പറ്റി. അങ്ങനെ ഷീലാമ്മ എന്നുള്ളൊരു പേര് തന്നെ ആയി. എനിക്ക് മറക്കാനൊക്കാത്ത 2 കാര്യങ്ങളാണ്. പക്ഷേ ഉദയ സ്റ്റുഡിയോയോട് എനിക്ക് ഭയങ്കര എന്തോ എനിക്ക് ഭയങ്കര ഒരു അടുപ്പം. എനിക്ക് ആ ഇപ്പോൾ അവരുടെ കൊച്ചുമോൻ അഭിനയിക്കാൻ വന്നിട്ടുണ്ടല്ലോ, എന്താ പേര്, കുഞ്ചാക്കോ ബോബൻ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഭയങ്കര അവരുടെ അതിൽപ്പെട്ട ഒരാൾ വന്ന് നന്നായി എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് നമ്മുടെ ഒരു കൊച്ചുമോനോ അല്ലെങ്കിൽ നമ്മുടെ തലമുറ 10 തലമുറ കഴിഞ്ഞ് ഒരാളോ നന്നായി വരുന്നു എന്ന് കേട്ടപ്പോൾ ഈ ഡിസേർവ് ഇറ്റ്. എത്ര ആൾക്കാർക്ക് ജീവിതം കൊടുത്തൊരു സ്ഥാപനത്തിൻ്റെ, എത്ര ആൾക്കാർക്ക്. ഞങ്ങളൊക്കെ എത്രയോ കാശ് മേടിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ അവിടെ എക്സർ ഗ്ലാസസ് എന്നൊരെണ്ണത്തിൽ പോയി കുറേ പടങ്ങളുടെ കാശ് അതിലിട്ടു. പക്ഷെ അതൊക്കെ എന്തായെന്ന് പോലെ അറിയില്ല. എന്തായാലും മെറിലാൻഡ് സ്റ്റുഡിയോ കണ്ട സ്ഥിതിക്ക് മധുസാറിന് എന്തോന്നും കൂടി പറയാനുണ്ട്, നോക്കട്ടെ. ഒരു വലിയ രഹസ്യം പറയാൻ പോവാണ് ഞാൻ, ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലാത്തത്. ഷീല എൻ്റെ ഗുരുവാണ്. എങ്ങനെ ഗുരു ആയെന്ന് ചോദിച്ചാൽ, ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത് വരെ എനിക്ക് പ്രേമത്തിനെ കുറിച്ച് യാതൊരു പിടിയില്ലായിരുന്നു. പ്രേമമെന്ന് പറഞ്ഞാൽ ലൈഫിലെ പ്രേമമല്ല, ലൈഫിലും അങ്ങനെ വലിയ പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സിനിമയിലെ പ്രേമത്തിനെ കുറിച്ച് ആദ്യമായിട്ട് ഞാൻ പ്രേമിച്ച് ഒരു പാട്ട് പാടി അഭിനയിച്ചത് ഷീലയുത്താണ്. എൻ്റെ ആദ്യത്തെ പടത്തിൽ, മൂടുപടത്തിൽ. സത്യം പറഞ്ഞാൽ പലതും അവിടെ വെച്ച് ഡയറക്ടറുകളും കൂടുതൽ അതെങ്ങനെ ചെയ്യണം, ഏത് വിധത്തിൽ ചെയ്യണം, എങ്ങനെ നോക്കണമെന്നൊക്കെ പറഞ്ഞു തന്ന ഷീലയാണ്. അപ്പോൾ ആ രീതിയിൽ പാട്ടുപാടി പ്രേമിക്കുന്ന രംഗത്തിൻ്റെ ഗുരുവാണ് ഷീല. ഒരു ഗുരുവന്ദനമല്ലേ മധുസാറ് കൊടുത്ത്? എനിക്കെന്നെ ഓർമ്മയില്ല, കാര്യം എന്താ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. എന്താ മൂടുപടത്തിലെ പാട്ടുണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറച്ച് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ക്യാമറ എവിടെയാണ്, എന്താണ് ഇവിടെ വെച്ചിരിക്കുന്നത്, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞ് നോക്കണം, ഇങ്ങനെയൊക്കെ എനിക്ക് ഒരു ചെറിയൊരു ബോധം വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങേരാണെങ്കിൽ ഇങ്ങനെ ഒരു ആളായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയല്ലോ, ഒരു മഴുവായിട്ട് എന്ന് ഞാൻ പറയുന്നില്ല, എന്ന് വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ തൊട്ടം നിൽക്കും. അപ്പോൾ നമ്മൾ തൊട്ട ഒരു പെണ്ണ് തൊടുമ്പോൾ കുറച്ചിങ്ങനെ ഒരു അയവ് വരില്ലേ. ഏത് പെണ്ണായാലും ഒരു ആണിനെ പോയി തൊടുമ്പോൾ, ഒരു പ്രേമിക്കുന്ന സാർ കുറച്ച് ഞാൻ തൊടുമ്പോൾ ഒന്ന് അയവ് കാണിക്കും. അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നിട്ട് ശരിക്കും അങ്ങനെ ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് മൂപ്പരെ പരിവത്തിലാക്കി. ഓ അങ്ങനെയാണ് പ്രേമം പഠിച്ചിട്ട് ദൈവമേ പ്രേമിക്കാൻ അറിയാത്ത ഒരാള്. മധു സാറേ അടിവരയിട്ടോ, ഒരു പ്രേമിക്കാൻ അറിയാത്ത ഒരാളെന്ന് കേട്ടോ, ശ്രദ്ധിച്ചോണം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പാട്ടിലെ ഇങ്ങനെയുള്ള ഒരുപക്ഷെ മധുസാറ് ഉദ്ദേശിച്ചത് ആ ഒരു രംഗത്തിന് പരിപൂർണമായിട്ടുള്ള വികാരപരത ആ കഥാപാത്രത്തിന് നൽകാൻ കഴിയുന്നു. മുഖത്ത് സ്ഫുരിക്കുന്ന ആ ഭാവങ്ങൾ, അതിൽ ഷീലാമ്മയുടെ ഒരു സാമർത്ഥ്യത്തെക്കുറിച്ചും വൈദ്യുത്യത്തെക്കുറിച്ചായിരിക്കും വേണമെങ്കിൽ മധുസാറ് ഒരു കോംപ്ലിമെൻ്റായിട്ട് പറഞ്ഞു. ഇൻഡയറക്റ്റ്ലി മുള്ളിക്ക് സിനിമയിൽ പ്രണയം പഠിപ്പിച്ചു കൊടുത്തതും ഷീലാമ്മയാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നല്ല കാലം സിനിമയിൽ പ്രണയം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അത് വേറെ കോൺട്രവേഴ്സി. അടുത്ത പ്രധാനപ്പെട്ട നിങ്ങൾ ഇങ്ങനെ പ്രേമം പഠിപ്പിച്ചു കൊടുത്തു എന്ന് മന്ത്രക്കോലായിട്ട് ചോദിക്കുമായിരുന്നു. അപ്പോൾ എന്ത് പറയും? നോ കമന്റ്സ്. ഓക്കെ. എന്തൊരു ഭാവതലങ്ങളാണ്. ഭാവം പറഞ്ഞാൽ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞതെന്ന് ചെയ്തതാണ്? അതെ, ഒന്നും പറയില്ല, ആരും പറഞ്ഞില്ല. അന്നൊക്കെ ഡാൻസ് മാസ്റ്ററും ഇല്ല, പിന്നെയല്ലേ ഡാൻസ് മാസ്റ്ററൊക്കെ വന്നത്. ഇതൊക്കെ നമ്മൾ ഇവിടെ കൊണ്ട് ക്യാമറ വയ്ക്കും, ഇങ്ങോട്ട് വെച്ച് ക്യാമറ മിൻസിൻ മാസ്റ്ററായിരുന്നു. ക്യാമറ വെച്ചപ്പോൾ അരയിഞ്ച് തള്ളി എക്സ്പ്രഷൻ, നമ്മൾ ഇങ്ങനെ പോയാൽ ലൈറ്റ് പോയി, ഇങ്ങനെ വെച്ച് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണം, കുറച്ചിങ്ങോട്ട് പോയാൽ പോയി, ഷോട്ട് പോയി. അങ്ങനെ അരയിഞ്ച് 4 ഇഞ്ച് തിരിഞ്ഞ് വേണം കേട്ടോ. ഇങ്ങനെ തിരിഞ്ഞ് ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അഭിനയിക്കില്ല, അതാണിത്. എന്നാലും നമ്മളതിൽ
പക്ഷെ അതിൽ അത്ര ഒതുങ്ങി സമർത്ഥമായിട്ട് അത് ആ തയ്യൽ മെഷീൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ തയ്യൽ മെഷീൻ അങ്ങനെ ഒരു ഇതാണല്ലോ, കൈ ഇങ്ങനെ വെച്ചാൽ ഈ കയ്യിൽ അവിടെ ക്യാമറ വെക്കും, ഇങ്ങനെ ഒരു മാർട്ടിസ്റ്റ് അതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഒരു ഷോട്ട് ബൈ ഷോട്ട് നമ്മൾ അയ്യോ ഇനി ഇത് എത്ര പ്രാവശ്യം നമ്മളിങ്ങനെ ആവോ ടേക്കാവോ എന്ന് ആലോചിക്കണം. നോക്കിയാ ഇങ്ങനെ ആക്കാൻ നോക്കില്ല, ഇങ്ങനെ ഇത്രയേ വരാൻ പാടുള്ള മുഖം, ഇങ്ങനെ വരാൻ നോക്കില്ല, ഇത്ര കറക്റ്റ്. പക്ഷേ ഷീലാമ്മ ആ പാട്ടിൻ്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഷീലാമ്മയ്ക്ക് ഒരു വലിയൊരു അഭിമാനം തോന്നിയില്ലേ? നല്ല പാട്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ചോദിച്ചില്ലേ ഏത് പാട്ടുകളാണ്? ആ കഥയും എന്തൊരു കഥയാണ്. ഒരു കുഷ്ഠരോഗിയാവുന്നത്, ഈ പെണ്ണ് ഒരു കുഷ്ഠരോഗിയാവുന്നത് പറഞ്ഞാൽ ആ കഥയൊക്കെ എന്താണ് ആ കഥ? ഇന്ന് അങ്ങനെ കഥ എഴുതാൻ ആരാ ഉള്ളത്? ഇങ്ങനെയൊക്കെ എഴുതിയ ആൾക്കാരിരുന്ന് കാണുമോ? കഥ എഴുത്തുകാരി കൂടിയല്ലേ ഇത്? അല്ല, ഇന്നത്തെ ജനറേഷൻ കാണുമെന്ന് ചോദിക്കാൻ ഞാൻ. ഇന്നത്തുള്ള ആൾക്കാർക്ക് ഇത്രയും ശക്തമായ കഥകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടും. നമ്മൾ കഥകളിലേക്ക് തിരിച്ചു വരാം. അതിന് മുമ്പ് ഒരു പക്ഷേ ഈ ഗാനങ്ങളിലെ ആ ഭാവതലങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ ഷീലാമ്മയുടെ ഭാവം എനിക്കൊന്ന് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ തന്നെ, പെൺകുട്ടികൾ തന്നെ, ഈ പുതിയ തലമുറയില്ല. പക്ഷേ ഈ ദൃശ്യം കണ്ട സ്ഥിതിക്ക് ഇനി അവർ പ്രണയിക്കുമ്പോൾ വേണമെങ്കിൽ ആ ഭാവങ്ങൾ വേണം എടുത്തണിയാൻ സാധ്യതയുണ്ട്. അയ്യോ, ഇപ്പം തന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് എത്തിയിരിക്കണം. തന്നെ ഇരുന്ന് ആലോചിച്ച് ഇങ്ങനെയൊക്കെ പാടുന്നല്ലേ. ഇപ്പോഴും പിള്ളേർ റൂമിൻ്റെ അകത്തൊക്കെ ഈ ഡാൻസൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ എല്ലാം ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. പെൺപിള്ളേരാണ് അവരുടെ ബെഡ്റൂമിൻ്റെ അകത്തെങ്കിലും ഈ ഡാൻസൊക്കെ ചെയ്യാറില്ലേ? ഈ ഒരു രംഗങ്ങളെ കണ്ടുകൊണ്ടായിരിക്കാൻ വേണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗാനരചയിതാവ്, അതും വലിയൊരു മഹാന്റെ മകൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞു. അച്ഛൻ്റെ സൂക്തങ്ങൾ കുറേ ഉണ്ടല്ലോ. മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു, കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങില്ല ഓമനെ അടങ്ങില്ല എന്നൊക്കെ പറയുന്ന പോലെ സിനിമാ പാട്ടിലെ സൂക്തങ്ങൾ പോലെ തന്നെയായിരുന്നു അച്ഛൻ ഷീലാമ്മയെക്കുറിച്ച് അന്ന് പറഞ്ഞ കാര്യം. അതായത് ഷീലാമ്മ അഭിനയിക്കുന്ന പടങ്ങളിൽ പാട്ടെഴുതാൻ മറ്റൊന്നും വേണ്ട, ഷീലാമ്മയെ ഓർത്താൽ മതി എന്നത് സത്യമായ സൂക്തമാണെന്ന് ഞാൻ തിരിച്ച് സൗന്ദര്യബോധം എനിക്ക് ഉണ്ടായ സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞു. അത് ശരിയാണെന്ന് തോന്നി. പക്ഷേ ഒറ്റ ദുഃഖമേ ഉള്ളൂ, അന്ന് ഞാനൊരു ബാലനായിരുന്നു എന്ന് മാത്രം. ദൈവമേ, എനിക്ക് ഏറ്റവും വലിയ കമൻ ലോകത്തിൽ വെച്ച് നിങ്ങൾ പറഞ്ഞില്ലേ നാഷണൽ അവാർഡ് കിട്ടിയോ, അതിനോട് ദുഃഖമുണ്ടോ? എനിക്ക് ഇത്രയും നല്ലൊരു കവി ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഞാൻ, നസീർ സാറുണ്ട്, മധു ഉണ്ട്, പിന്നെ മധു ആരോ ഉണ്ട്, പിന്നെ ഞാനുണ്ട്, വയലാറുണ്ടായിരുന്നു. അപ്പം അങ്ങേര് പറഞ്ഞ വാക്കുകളാണിത്. അപ്പോൾ അത് ആ നിമിഷം ഉണ്ടല്ലോ എനിക്കൊരു 10 നാഷണൽ അവാർഡിൻ്റെ കയ്യിൽ കിട്ടിയതുപോലെ അത്രയും സന്തോഷം. കാരണം ഞാനൊരു സുന്ദരിയാണെന്ന് അങ്ങേര് പറയല്ലേ. ഒരു പെണ്ണിന് ഇതിനേക്കാൾ എന്താ വേണ്ടത്? എന്തൊരു ഭാഗ്യവതിയാ ഷീലാമ്മ. സത്യത്തിൽ അക്കാര്യത്തിൽ അങ്ങേര് പറഞ്ഞ ആ വാക്കിന് ഞാൻ ഭാഗ്യവതിയാണ്. ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഐ ആം ദാറ്റ് ഓർ എനിക്കറിയില്ല, അർഹതയുണ്ടോ എന്ന് എനിക്ക്. പക്ഷെ അങ്ങേര് പറഞ്ഞ ആ വാക്കുകൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന എൻ്റെ മരണം എനിക്ക് മറക്കാത്ത വാക്കുകളാണത്. അതിൽ വയലാറിൻ്റെ മകനൊരു വാചകം കൂടെ പറഞ്ഞു, ഞാനന്നൊരു ചെറുപ്പക്കാരനല്ലാത്തതിൽ എനിക്കൊരു ദുഃഖം കൂടിയുണ്ടത്. കൊച്ചുകുട്ടിയായിരുന്നു വാസ്തവത്തിലായിരുന്നു. ഷീലാമ്മയുടെ യൗവന കാലത്ത് ഒരു യൗവന തീഷ്ണതയുള്ള ഒരു ചെറുപ്പക്കാരനാകാൻ കഴിയാത്തതിൻ്റെ ഒരു നഷ്ടബോധവും കൂടി അദ്ദേഹം പറഞ്ഞു. അങ്ങനെ കോർബൻ കോപ്പിയല്ലേ രണ്ടുപേരും, അച്ഛനും മകനും. പിന്നെ ഒരിച്ചു വെച്ചിരിക്കുക രണ്ടുപേരും. പക്ഷെ ആരാധകരുടെ എണ്ണത്തിന് ഇന്നും കുറവില്ല ഷീലാമ്മ. ഇതാ വരുന്നു ഒരു ആരാധകൻ. ഷീലാമ്മയുടെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. ഓർമ്മയുണ്ടാവും, റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ പടം, KP കുട്ടക്കനാർ. ഞാൻ ഷീലാമ്മിനെ ആദ്യം കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ അന്നത് ചെറുപ്പമാണ്, ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നൊരു തോന്നലായിരുന്നു മനസ്സിൽ. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചതുപോലെ അത് സത്യമായിട്ട് നടന്നു എന്നുള്ളതാണ്. ഷീലാമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഒന്ന് തൊട്ട് നോക്കിയാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ചൻ തൊട്ട് നോക്കി വന്നു? എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലല്ലേ? ഒരുപാട് പേരൊന്നും തൊട്ട് നോക്കണമെന്ന് വന്നിട്ടുണ്ടാവില്ലേ? അത് ഞാൻ ഈ വിമല കോളേജിൽ തൃശ്ശൂർ പോയിരുന്നപ്പോൾ അവിടെ ഞാനൊരു ഏതോ ഒരു പടത്തിന് പോയപ്പോൾ ഞാനും ഈ പഠിക്കുന്ന പിള്ളേരായിട്ട് അങ്ങനെ അവിടെ നിൽക്കണം. ഈ എല്ലാം കഴിഞ്ഞുകൊണ്ട് ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞ ഉടനെ ഈ പെണ്ണുങ്ങളെല്ലാവരും കൂടി എന്നെ വന്ന് പിടിച്ച് കടിച്ച് എൻ്റെ ശരീരത്തിൽ കുറേ നാൾ വരയ്ക്കും ആ ബ്ലൂ മാർക്സ് അങ്ങനെ 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 പുള്ളിമാൻ പോലെ എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. പറഞ്ഞാൽ വിശ്വസിക്കുന്ന പെണ്ണുങ്ങൾ. വല്ലോ ആണുങ്ങളുടെ കോളേജിലായിരുന്നെങ്കിലും
പെണ്ണുകളെ ഞാൻ വിചാരിച്ചു ദൈവം എന്നെ അവരുടെ ആ പെണ്ണുകളിലെ അടുത്തുനിന്ന് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. പിന്നെ അവർ പറയുന്നതിൽ എനിക്കറിയില്ല, അവർക്ക് തൊട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. 80കളുടെ മധ്യം വരെ ഷീലാമ്മ മലയാള സിനിമയിൽ നിറഞ്ഞു. പിന്നീട് ഷീലാമ്മയെ 18 വർഷക്കാലം ഞങ്ങൾ കണ്ടില്ല. നീണ്ട ഒരു ഇടവേള. അതെ, അപ്പോഴായിരുന്നു ഷീല എന്നുള്ളൊരു സ്ത്രീ ജീവിച്ചത്. ഷീല എന്ന നടി എന്നുള്ളത് പോയി ഷീല എന്നുള്ളൊരു സ്ത്രീ ജീവിച്ചത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പോയി ലോകം മുഴുവനും കറങ്ങി. ലോകം മുഴുവനും ഇനി കാണാത്ത സ്ഥലങ്ങളൊന്നുമില്ല. എൻ്റെ ആശയങ്ങളെല്ലാം എനിക്ക് ജീവിക്കണ്ടേ. സിനിമ അല്ലെങ്കിൽ ഇനിയൊരു ജീവിതം, ഇനിയൊരു ജന്മം വരും, മനസ്സിലായോ? നമ്മുടെ ആശയങ്ങൾ തീർക്കാതെ പോയാൽ ഇനിയൊരു ജന്മം എടുക്കേണ്ട ആവശ്യമുണ്ടോ? നോ ജന്മം, ഇതോടുകൂടി തീർക്കണം ജന്മം. ഇനിയൊരു ജന്മം വേണ്ട, വേണ്ട, ഈ ജന്മം വേണ്ട. ഷീലാമ്മയ്ക്ക് ഈ ഒരു ജന്മം കൊണ്ട് തൃപ്തിയായി. ഇനി അണുക്കളായിട്ട് ആകാശത്തിലിങ്ങനെ നമ്മളെന്താന്ന് നമുക്കറിയില്ല. ഞാൻ വിചാരിക്കും എപ്പോഴും നമ്മൾ മരിച്ചു പോയ നമ്മളെല്ലാവരും കാണാമല്ലോ. ഞങ്ങളുടെ കൂടെ അഭിനയിച്ച ആൾക്കാരെല്ലാവരും കാണാം. എൻ്റെ അമ്മയും കാണാം, അഭിനയിച്ച ആൾക്കാരെയും കാണാം. രാമു കാര്യറ്റ് മുതൽ ഇപ്പം മരിച്ച് എല്ലാവരെയും കാണാമല്ലോ. സുകുമാരി ചേച്ചി വരയ്ക്കും കാണാൻ എനിക്ക്. മരണത്തോട് ഭയമില്ലേ? ഒരിക്കലും ഒരു ഭയമില്ല. 2 കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുക. ഒരിക്കലും ഇന്നല്ല എന്നും എനിക്ക് ഭയമുണ്ടായിട്ടില്ല. ഒരു അപകടത്തിൽ വരുമ്പോൾ അയ്യോ ഞാൻ മരിക്കേ അങ്ങനെ തോന്നുന്നു. മരിക്കേന്നല്ല, അയ്യോ അപകടം വന്നാൽ കയ്യോ കാലോ ഭയം, പിന്നെ ആരെയും ആശ്രയിച്ച് വേണ്ടേ നമ്മൾ ജീവിക്കാൻ. അല്ലാതെ മരണത്തോടുള്ള ഭയമല്ല. മരണത്തോട് ഒരിക്കലും എനിക്ക് ഭയമില്ല. മരണത്തിന് ഞാൻ സ്നേഹിക്കുന്നു. മരണത്തെ സ്നേഹിക്കുന്നു. മരണം നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കില്ലേ? ഒരു കാലം ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കും, പിന്നെ എന്തിനാ ഇപ്പോൾ പേടിക്കുന്നത്? ഇതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും മരണത്തെ ഭയമില്ലാത്തവർ വളരെ വിരളമാണ്. എനിക്ക് ഒരിക്കലും സത്യമാണ്, മരണത്തോട് ഭയമേ ഇല്ല. എന്തായാലും മരണത്തെ സ്നേഹിക്കുന്ന ഷീലാമ്മയുടെ ഈ ധൈര്യത്തിൽ മരണത്തിനെ സ്നേഹിക്കുന്നു. പക്ഷേ ഈ 1.5 വ്യാഴവട്ടക്കാലം സിനിമയിൽ നിന്ന് മാറി നിന്ന് സിനിമ നൽകാതിരുന്ന ജീവിതത്തെ പരിപൂർണമായി നുകർന്ന ഷീലാമ്മയ്ക്ക് എവിടെയെങ്കിലും ഒരു മിസ്സിങ് എപ്പോഴെങ്കിലും സംഭവിക്കില്ലേ? അങ്ങനെയൊന്നുമില്ല. സിനിമ അങ്ങനെ അതാണ് ഷീല. ഒരിക്കൽ പോലും ഭരതൻ വിളിച്ചിട്ടുണ്ട്, വലിയ വലിയ ഡയറക്ടേഴ്സ് എല്ലാം എന്നെ വിളിച്ചിട്ടുണ്ട് പല പടങ്ങൾക്കും. ഇതാ വരുന്നു, അത് പറയുന്ന വേറൊരാളും കൂടിയുണ്ട്. ഈ ആളെ നോക്കിക്കൊള്ളുക, ശ്രദ്ധിച്ച് ആരാന്ന് നോക്കിക്കൊള്ളുക. 18 കൊല്ലം എന്നെ വീട് നോക്കാൻ വേണ്ടി യു സ്റ്റോപ്ഡ് ആക്ടിങ്. ഈ 18 കൊല്ലമായിട്ട് എത്രയോ ഡയറക്ടേഴ്സ് വിളിച്ചിട്ടുണ്ടാവും, എത്രയോ പ്രൊഡ്യൂസേഴ്സ്, കോ ആർട്ടിസ്റ്റ്. അവർക്ക് എല്ലാവർക്കും നീ വന്നില്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു പ്രാവശ്യം എനിക്ക് ഈ ക്യാരക്ടർ കിട്ടിയാൽ എത്ര നന്നായിരുന്നു, ഐ വുഡ് ഹാവ് ബീൻ സോ ലക്കി. അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അമ്മ മിസ് ചെയ്തിട്ടുണ്ടോ? ബ്രിട്ടാസ് ചോദിച്ച പല ചോദ്യങ്ങളോടും സത്യം പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ പറയേണ്ട എന്താ കാര്യം എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഇത് ചോദിക്കുന്ന മകനാണ്. അതെ, മകനാണെങ്കിൽ ആരും ബ്രിട്ടാസും അതുപോലെ തന്നെ. എനിക്ക് മകനോ നിങ്ങളൊന്നും വ്യത്യാസമില്ല, എല്ലാം ഒന്ന് തന്നെ, എല്ലാം ഒരേ മറുപടിയാണ്. മകൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ആശ ഉണ്ടെങ്കിൽ ആ നിമിഷം വന്നേനെ ഞാൻ. എനിക്കങ്ങനെ ഒരു ആശ വന്നിട്ടേ ഇല്ല. കാരണം ഞാൻ ചെയ്യാത്ത ക്യാരക്ടർ എന്താ ഇനി ഉള്ളത്? ഇനി എല്ലാം ചെയ്ത് കഴിഞ്ഞു, പിന്നെ എന്തിനാ വന്ന് പിന്നെയും പോയി ലൈറ്റ് അവർ വിളിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു മാതിരിയായിരുന്നു. തിരിച്ച് വിളിക്കുമ്പോഴേ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്കിഷ്ടമല്ലായിരുന്നു അവർ വിളിക്കുന്നത്. എൻ്റെ ഫോൺ നമ്പർ മാറ്റി, എൻ്റെ സെൽ നമ്പർ മാറ്റി, എല്ലാം മാറ്റി. ഞാൻ പോയില്ല, എനിക്കിഷ്ടമല്ല, എനിക്ക് വേണ്ട. എൻ്റെ മോൻ ഇവനായിരുന്നു അന്നത്തെ എൻ്റെ ഒരേ ഒരു ഫോക്കസ്. അവനെ പഠിപ്പിക്കണം, അവനെ നല്ലപോലെ നോക്കണം. പിന്നെ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി. എൻ്റെ സിസ്റ്റേഴ്സ്, എനിക്ക് 4 സിസ്റ്റേഴ്സ് ഉണ്ട്. അവൻ്റെ മക്കളുടെ കല്യാണത്തിന് പോലും ഞാൻ പോയിട്ടില്ല, അറിയാമോ? ഷൂട്ടിങ്ങിനൊക്കെ ഉള്ള കാരണം അവൻ്റെ മക്കളുടെ കല്യാണം, അവരുടെ വീട്ടിൽ എത്രയോ വിശേഷങ്ങളുണ്ടാവും. ആരുടെ ഞാൻ പോയിട്ടില്ല. ഇതിന് ശേഷം എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ അവരുമായിട്ട് എങ്ങനെ പഴകണം, എങ്ങനെയാണ് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചേരും, പുതിയ ലോകം. അയ്യോ എന്ത് സന്തോഷമായിരുന്നു എന്നറിയോ, സന്തോഷമായിരുന്നു. ആ സന്തോഷം ഈ അഭിനയിക്കുന്നതിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനു തിരിച്ചു വന്നിച്ചാൽ ഇവൻ പിന്നെ ഞാൻ പിന്നെ കുറേ നാളായപ്പോൾ ഞാൻ കുറേ എഴുതി. അപ്പോൾ ഇവൻ പറയും, അമ്മ ഒന്ന് പോയി അഭിനയിക്കും, ഇപ്പോൾ എന്ത് ഈസിയാന്ന് പറയാം അഭിനയം. അവൻ അപ്പോഴേക്കും 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ അഭിനയിച്ചു, കാതൽ രാജാവയൊക്കെ അഭിനയിച്ചു. അപ്പോൾ അവന് മനസ്സിലായി അമ്മ ഇപ്പോൾ വന്ന് ഭയങ്കര ഈസിയാണ്. ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്, ഷോട്ട് എന്ന് പറഞ്ഞാൽ ഷോട്ട് ബൈ ഷോട്ടാണ് എടുക്കുന്നത്, ഡയലോഗൊന്നും പഠിക്കണ്ട. അവനെ മുന്തി തള്ളി വിട്ടു. അവനാ എന്നെ കൊണ്ടുവന്നത്. 2ാം വരവിൽ സംതൃപ്തി ഉണ്ടോ?
രണ്ടാം വരവിൽ വളരെ സംതൃപ്തിയുണ്ട്. മനസ്സിനക്കരെ പടം കാണാൻ പോകുന്നു. അപ്പോൾ ബാൽക്കണി ഫുള്ളായിട്ട് എനിക്ക് വേണ്ടി ബുക്ക് ചെയ്ത് വെച്ചവർ. അപ്പോൾ ഇങ്ങനെ പേരിട്ടപ്പോൾ ഷീല എന്ന് പേരിട്ടപ്പോൾ മുഴുവനും തിയേറ്റർ കൈയടിച്ചു. അപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കരമായ ഒരു എന്തെന്ന് പറയാനൊക്കാത്തൊരു സന്തോഷമാണ്. ആ പറയാൻ വാക്കുകളില്ല. എല്ലാം മുഴുവനും തിയേറ്റർ ഷീല എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആദ്യം നടന്നു വരുന്ന ഒരു വരവ്, ഫസ്റ്റ് ഷോട്ട്, അപ്പോഴും അതേപോലെ കൈയടിച്ചു. ഞാൻ അവിടെ പൊട്ടിക്കരഞ്ഞു പോയി സത്യത്തിൽ. അങ്ങനെയുള്ള ഒരു സന്തോഷകരമായ സമയത്താണ് ഞാൻ കരയുന്നത്. ഒരുപക്ഷെ ഷീലാമ്മയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട അനിവാര്യതകളിലൊന്നായിരുന്നു അത് മകൻ നിമിത്തമായി എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പോയി അമൃതാനന്ദമയിൽ അവരെ പോയി കണ്ടു. ഞാൻ കണ്ടിട്ട് അവരെ തനിച്ച് കണ്ടു, സംസാരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പടത്തിൽ അഭിനയിക്കാൻ വിളിക്കുന്നുണ്ട്, ഞാൻ പോണോ വേണ്ടയോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, ഷീല എന്ന് പറഞ്ഞൊരു നടിയാണ്, നടി എപ്പോഴും അഭിനയിക്കണം, നിർത്തരുത്. അത് ഒരു വലിയൊരു പ്രചോദനമായിരുന്നു എനിക്ക് തിരിച്ചു വരാൻ. അകലെ ഷീലാമ്മയെ പലരിലേക്കും അടുപ്പിച്ചതാണ്, ഒരുപാട് ബഹുമതികളിലേക്ക് കൂടി അടുപ്പിച്ചു. അതെ, അതൊക്കെ എനിക്ക് തോന്നുന്നു ഷീലാമ്മ രണ്ടാമത്തെ വരവിൽ ആദ്യ വരവിൻ്റെ ദീർഘകാലഘട്ടത്തിൽ പോലും സാധിക്കാതിരുന്ന പലതും, പല മൈൽ സ്റ്റോൺസും സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അതായിരിക്കും അകലയുടെ ശില്പി. ഭയങ്കര ഒരു ബുദ്ധിമുട്ടി ഷൂട്ട് ചെയ്തൊരു വർക്കാണ് അകലെ. അപ്പോൾ അതിൽ ഷീല ചേച്ചി ഒരു ആംഗ്ലോ ഇന്ത്യൻ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഒരു 2-3 മണിയായിട്ടുണ്ടാവും അന്ന് ഷൂട്ടിങ്. അപ്പം ഞാനിങ്ങനെ അത് ഷോട്ട് റെഡിയാവാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. അവിടെ ലൈറ്റിങ്ങിൻ്റെ ആൾക്കാരൊക്കെ നടക്കുന്നു. ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ആ അപ്പുറത്തെ റൂമിൽ ചെന്നപ്പോൾ അവിടെ ഒരു ബെഞ്ചിൽ ഒരു വശത്ത് ആ കോസ്റ്റ്യൂമും ആ റോളിൽ അഭിനയിക്കുന്നതിനുള്ള കോസ്റ്റ്യൂമും ഒക്കെ ഇട്ടുകൊണ്ട് ഷീല ചേച്ചി പാവം ബെഞ്ചിലും ഇണ്ടാതെ കിടന്ന് ഉറങ്ങുകയാണ്. എനിക്ക് ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ടുള്ള സൈറ്റായി തോന്നി. കാരണം ഒരു ലെജൻഡായിട്ടുള്ളൊരു ആക്ട്രസ് വളരെ ചുരുങ്ങിയ സാഹചര്യത്തിൽ ഒരു കട്ടിൽ ഒരു ബെഞ്ചിൻ്റെ മൂലയിൽ കിടന്നുറങ്ങി ഷോട്ട് റെഡിയാവുന്നവരെ വെയിറ്റ് ചെയ്ത് മയങ്ങിപ്പോയതിൻ്റെയും ഷോട്ട് റെഡി എന്ന് പറഞ്ഞപ്പോൾ അവർ വേഗം എണീറ്റ് ഇതിൻ്റെയൊക്കെ. സോ ആ ഒരു സിംപ്ലിസിറ്റി ആൻഡ് ബുദ്ധിമുട്ട് തന്നെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിനുള്ള ആ ഒരു സന്നദ്ധത അതിൻ്റെ ശരിക്കും മനസ്സിനെ ടച്ച് ചെയ്തു. ആ പടം മുഴുവനും മിക്കവാറും നൈറ്റിലെടുക്കേണ്ടതൊരു സീൻസാണ്. അത് കാരണം അങ്ങനെ സംഭവിച്ചത്. ഈ ഡയറക്ടറോട് അഭിനയിക്കാൻ വാസ്തവത്തിൽ ആരഭിനയിച്ചാലും ശരി അവരൊരു ഭാഗ്യം ചെയ്തവരാണ്. ഷീലാമ്മ കഷ്ടപ്പെട്ട് അഭിനയിച്ചതിൽ പ്രയോജനമുണ്ടായി. അങ്ങനെ കഷ്ടപ്പാടെന്നൊന്നും പറയാനൊക്കില്ല, ഇഷ്ടപ്പെട്ട് അഭിനയിച്ചതാണത്. ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടു. ഇപ്പോൾ തിരിച്ചു വന്നത് പിന്നെ ഇഷ്ടപ്പെട്ട് അഭിനയിച്ചതാണ്, കഷ്ടപ്പാടായിട്ട്. ദേശീയ പുരസ്കാരം. അതെ, ദേശീയ പുരസ്കാരം കിട്ടിയതിന് മികച്ച സഹനടിക്കുള്ളത്. ഒരുപക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ എത്രയോ നല്ല സിനിമകൾക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടേണ്ടിയിരുന്നു. എന്തോ അറിയില്ല, എനിക്കതിനുള്ള ഭാഗ്യമില്ലല്ലോ. ഇതൊക്കെ തലവരിയല്ലേ, നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് കുറേ നാളായിട്ട് അമ്മയോട് ചോദിക്കണമെന്ന് തോന്നിയ ഒരു ചോദ്യമാണ് ഞാൻ ഈ കൈരളി ടി വിയിലൂടെ ചോദിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: ഒരുപാട് ശക്തമായ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത അമ്മയ്ക്ക് ഒരു സ്ത്രീയെക്കുറിച്ച്, ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ച്, ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നാണ് അമ്മയുടെ സങ്കല്പം? വളരെ സെൻസിബിൾ ക്വസ്റ്റ്യൻ. സെൻസിബിൾ ക്വസ്റ്റ്യൻ. ബുദ്ധിമതിയാവളല്ലേ? ഭയങ്കര നല്ല ബുദ്ധിയാണ്, നല്ല പാവം പെണ്ണാണ്, നല്ല പെണ്ണാണ്. എൻ്റെ മോളാണ്, അത്രയോളം എനിക്ക് പറയാനുള്ളൂ. ചുമ്മാ ആൾക്കാരൊക്കെ ഇപ്പം അമ്മായിമ്മമാരും ഇതെൻ്റെ മോളാണ്, അങ്ങനെയല്ല. എൻ്റെ കുടുംബം മുഴുവനും ഒരു സ്ത്രീ ആരായിരിക്കണം വെച്ചാൽ പെണ്ണുങ്ങൾ എപ്പോഴും ധൈര്യം ഉണ്ടാവണം, ധൈര്യം. പിന്നെ ഒരു കാര്യത്തിനും അതന്നെ, ഒരു കാര്യത്തിനും കരയാൻ പാടില്ല. കരഞ്ഞ ആണുങ്ങൾക്ക് പുച്ഛാണ് കരയുന്ന പെണ്ണുങ്ങളെ. ഒരിക്കലും കരയാൻ പാടില്ല. ധൈര്യമായിരിക്കണം, തൻ്റെ അടിയായിരിക്കണം. തൻ്റെ അടി പറഞ്ഞാൽ ആവശ്യത്തിനുള്ള തൻ്റെ ഇടം. ചുമ്മാ റോട്ടിൽ പോയി എന്താടാ എന്ന് പറയുന്ന തൻ്റെ ഇടമല്ല, ഒരു ആവശ്യത്തിനുള്ള ഒരു മകൻ കേൾക്കുന്നുണ്ട്. ആവശ്യം അവനെപ്പോഴേ പറഞ്ഞിട്ടുണ്ട്,
അമ്മ അതൊക്കെ പറയും, അതുപോലെ നീ പ്രവർത്തിക്കേണ്ടതില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും ചെയ്യില്ല, പാവാണ് പെണ്ണ്. ശീലാമ്മ, പക്ഷെ പെണ്ണുങ്ങൾക്കിടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധം കണ്ണുനീരാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കാര്യം അതെല്ലാം അന്ധകാലത്തിലൊക്കെ പാവം ആണുങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉള്ളവരൊക്കെ അതിനേക്കാൾ കേമങ്ങളായിപ്പോയി. ആണുങ്ങളാണ് ഇപ്പോഴെ കരയുന്നത്. ആണുങ്ങളെ കരയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്ലിപ്പിലേക്ക് പോവാം. സംവിധാനം ഷീല. 2 സിനിമ സംവിധാനിച്ചു. 2 അല്ല 3 സിനിമ. യക്ഷഗാനം ഒരെണ്ണം പകുതിയായി, 3.5 സിനിമ. ഒരെണ്ണം രാമരാജനെ വെച്ച് പകുതിയായിട്ട് ഒരു പടം എടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇതൊരു വാശിയായിരുന്നു എനിക്ക് സംവിധാനം ചെയ്യണം എന്നുള്ളത്. അങ്ങനെ വാശിയൊന്നുമല്ല. ഈ സിനിമയിൽ അഭിനയിച്ച് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ഒരുമാതിരി ആയപ്പോൾ എനിക്ക് ആദ്യം മുതലേ ഞാൻ സെറ്റിൽ പോയ ഞാൻ എല്ലാം ശ്രദ്ധിക്കുമായിരുന്നു. കുയിലിൻ്റെ കൂട് നോവൽ എഴുതി, അതിൽ കൊച്ചു കഥകൾ. ചേച്ചി അഭിനേത്രി മാത്രമല്ല, അതിനപ്പുറം അറിയാത്ത ഒരു കാര്യം, പ്രേക്ഷകർക്ക് അറിയാത്ത ഒരു കാര്യം, ചേച്ചി സംവിധായികയാണ്, തിരക്കഥാകൃത്താണ്, നോവലിസ്റ്റാണ്, ചിത്രകാരിയാണ്, ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ഒരാളാണ്. മദ്രാസിൽ 70ഓളം വീടുകൾക്ക്, വലിയ വലിയ വീടുകൾക്ക് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ചിത്രകാരി എന്ന നിലയിലും ഇൻറ്റീരിയർ ഡിസൈൻ രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ പ്രേരണ എന്തായിരുന്നു? ഈ രംഗത്ത് ഇപ്പോൾ ചേച്ചി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരു സകലകലാ വല്ലഭയാണെന്നാണ് MS ദിലീപ് പറയുന്നത്. അയ്യോ, ദിലീപ് ഷീലാമയെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്ത് എഴുതാനാ. പക്ഷെ ഒരു കാര്യം ഷീലാമ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും ഞാൻ പറയില്ല, എന്തിനാണ് വെറുതെ ആൾക്കാരെ വിഷമിപ്പിക്കുന്നത്. ഇത് ഷീലാമയുടെ ചിത്രങ്ങളാണ്, കണ്ടോ? ഈ ഷോയിലൂടെ ഞങ്ങളത് കാണിക്കുക പ്രേക്ഷകരെ. ഒരുപക്ഷെ അവർക്ക് കാണാനുള്ള ഭാഗ്യമില്ലാത്തതുകൊണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ നല്ല റേറ്റാണോ? പണം ഉണ്ടാക്കുന്നുണ്ടോ? പടം ഇത് ഉണ്ടാക്കിയതല്ല, ഇതിനൊരു കഥയുണ്ട്. ഇതാണ് ഇതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ അങ്ങ് പുള്ളികളായിപ്പോയി. എന്ത് കഷ്ടമായിപ്പോയി. ആൾക്കാർ വന്ന് ചിത്രം വാങ്ങുന്നുണ്ടോ? ഏയ്, ഞാൻ വിൽക്കില്ലല്ലോ. വിൽക്കുന്നില്ല? എനിക്ക് വേണ്ടി ഞാൻ വരയ്ക്കുന്നു. ഏതൊരു ചിത്രം 1 ലക്ഷം രൂപയ്ക്ക് വിറ്റുന്നാരോ? അതൊരെണ്ണം വിറ്റു. ആ സങ്കടം എനിക്കുണ്ട്. അത് തിരിച്ചു മേടിച്ചാലോ നമുക്ക്? അത് അയാൾ വിൽക്കാൻ തയ്യാറാണ്, 10 ലക്ഷം രൂപ കൊടുത്ത് തരാം. അയ്യോ, കളേഴ്സ്. ഇനി ഒരു മേഖലയിൽ മാത്രമാണ് ഷീലാമ ഇല്ലാതെ പോയത് എന്ന് ആൾക്കാർ ശങ്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷീലാമ ആ വിടവും കൂടി നികത്തി. ഷീലാമയുടെ രാഷ്ട്രീയ പ്രവേശനം. കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വമെടുത്തു. സജീവമായി പാർട്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ജനപ്രതിനിധിയായി ലോകസഭയിലോ നിയമസഭയിലോ എത്താം. തരത്തില്ല, ആർട്ടിസ്റ്റിന് കൊടുക്കത്തില്ല അവർ. കാരണം ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഐത്തം വന്ന ഒരാൾക്കാരാണെന്നോ അല്ലെങ്കിൽ ഒരു കേവലമായിട്ടാണോ. ഷീലാമയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു നേതാവാണ് ശ്രീ AK ആൻ്റണി. അദ്ദേഹത്തെ പോയി ഷീലാമ ഡൽഹിയിൽ പോയി കണ്ടു. കർട്ടസി വിസിറ്റ്. എന്തുകൊണ്ട് ഈ ഇലക്ഷൻ വരാൻ പോവുകയാണ്, ഏതാനും മാസങ്ങളേ ഉള്ളൂ. പുതിയ ആൾക്കാരെ കൊണ്ടുവരണമെന്ന് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കാർ ആഹ്വാനം ചെയ്യുന്ന സമയത്ത് അത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. ഞാൻ ചോദിക്കാം, പക്ഷെ എൻ്റെ ഒപ്പം കൊണ്ട് നിന്നോണം. നിൽക്കും. ആ സമയത്ത് അയ്യോ എനിക്കൊന്നും അറിയില്ല എന്ന് പറയരുത്. അതല്ല, ഞാൻ നിൽക്കാം. എനിക്ക് എന്താണെന്നറിയോ, ഈ വയനാട്ടിലും അട്ടപ്പാടിയിലെല്ലാം കഷ്ടപ്പെടുന്ന ഈ ആൾക്കാർക്ക് വേണ്ടി ജാനകി എന്നുള്ളവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടി ഞങ്ങളെപ്പോലുള്ളവരും ഒരു ശബ്ദം ഉയർത്തിയാൽ തിരിഞ്ഞെങ്കിലും നോക്കല്ലോ. ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാനൊത്തില്ലെങ്കിലും. കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് ലോകസഭയിലേക്ക് മത്സരിക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെടുവാണെങ്കിൽ ഷീലാമ തിരഞ്ഞെടുക്കുന്ന മണ്ഡലം ഏതായിരിക്കും? ഈ അട്ടപ്പാടി ആ സ്ഥലങ്ങളിൽ, പാലക്കാട് അട്ടപ്പാടി ഒന്നും കുടിക്കാൻ വെള്ളം പാലക്കാട് മണ്ഡലമാണ്. പിന്നെ ഒരു വയനാട്. ഇടുക്കിയിൽ പറ്റുമോ? അങ്ങനെയുള്ള, അതായത് ജനങ്ങൾ വളരെ കഷ്ടപ്പെടുന്ന സ്ഥലം. ഇത് കാണുന്ന ആൾക്കാർ ചിന്തിക്കട്ടെ. ഒരു നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സന്നദ്ധ പ്രവർത്തക രാഷ്ട്രീയത്തിൽ ഒരുപാട് സേവനങ്ങൾ നടത്താൻ വേണ്ടി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന്. നിങ്ങളെപ്പോലെ ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരണം. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയത്തെ നവീകരിക്കാൻ. നമ്മൾ തിരിച്ച് സിനിമയിലേക്ക് നടക്കാത്ത ഒരു കാര്യമാണത്, ഞാൻ പറഞ്ഞേക്കാം. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണത്, അണ്ടർലൈൻ ചെയ്തോളൂ. നിർധനരായ കുടുംബത്തിൽ ജനിച്ച് 13-ാം വയസ്സിൽ സിനിമയിലേക്ക് പിച്ചുവെക്കുമ്പോൾ ലക്ഷക്കണക്കിന് മലയാളികളുടെ മനസ്സുകളെ എടുത്ത് അമ്മാനമാടുമെന്ന് ഈ സ്ത്രീ വിചാരിച്ചു. അത് സിനിമ. ഞാൻ പറഞ്ഞു വരുന്നത്
സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കാതിരുന്ന കാര്യങ്ങൾ സംഭവിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഷീലാമ്മ. അതുകൊണ്ട് ഇതൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കേണ്ട, എല്ലാം സംഭവിക്കാം. സംഭവാമി യുഗേ. സംഭവാമി യുഗേ യുഗേ. നമ്മുടെ വക ഒരാശംസ തരണ്ടേ? ഷീലാമ്മ മലയാള സിനിമയെ ഇനിയും പുഷ്ടിപ്പെടുത്തട്ടെ. മലയാളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പുതിയ ഭാവുകത്വം നൽകട്ടെ. അങ്ങനെ ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ മറ്റ് മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കട്ടെ. ഇത് എൻ്റെ ഒരു എളിയ ആശംസയാണ്. എന്നോടൊപ്പം ഷീലാമ്മയെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരും ചേരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ കൂടി ആശംസകൾ പ്രദാനം ചെയ്തുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളുമായിട്ട് ചില സത്യങ്ങളും ചില അസത്യങ്ങളും ചില നോ കമൻറ്റുകളും പറയാൻ വൈമുഖി കാണിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടി ഇനി പ്രതിപാദിക്കാൻ മറ്റൊരവസരത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുള്ള ഒരു ആഗ്രഹത്തിൽ പ്രത്യാശയിൽ നിങ്ങളൊക്കെ ഒരു പ്രാവശ്യമല്ലേ വിളിക്കുള്ളൂ ഒരാളെ? ഞാൻ വീണ്ടും ഷീലാമ്മയെ 3 പ്രാവശ്യം വിളിക്കും. അയ്യോ, എന്നാ കാരണം അറിയോ? ഈ ഉരുപ്പടിയിൽ നിന്ന് സത്യം കെട്ടണമെങ്കിൽ 3 പ്രാവശ്യം വിളിക്കേണ്ടി വരും. എന്തായാലും ഇത്ര നേരം ഷീലാമ്മ, ഇറ്റ് വാസ് സത്യം പറഞ്ഞാൽ വളരെ റിലീസിംഗ് ആയിരുന്നു. വളരെ സന്തോഷം തോന്നിയിരിക്കുന്നു. മലയാള സിനിമയെ പടുത്തുയർത്തിയ പ്രധാനപ്പെട്ട ഒരാളുമായിട്ട് ഇത്രയും നേരം പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ എല്ലാവിധ ഭാഗങ്ങളും ഞാൻ നേരുന്നു. ഓക്കെ, താങ്ക് യു. നന്ദി, നമസ്കാരം. നമസ്കാരം.